ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പോത്തിൻ്റെ തലച്ചോറാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം, ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ ഇത് 2 തലച്ചോറുണ്ട് കേട്ടോ, 2 പോത്തിൻ്റെ തലച്ചോറുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ മേലുള്ള ആ ഒരു ഞരമ്പും ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൈകൊണ്ട് എടുത്തിട്ടാൽ മതി. വൃത്തിയൊന്നും വേണമെന്നില്ല. പിന്നെ ഇതാ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. പിന്നെ കുരുമുളക് പൊടി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനി ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ 2 സവാള ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ സവാള അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. തലച്ചോർക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പം നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മളെ പോത്തിൻ്റെ തലച്ചോറൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് തന്നെ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ, കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അങ്ങനെ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പോത്തിൻ്റെ തലച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.